ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ കുറച്ച് MCQs ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബൈ വാട്ട് ഫാക്ടർ വിൽ ബി ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ചേഞ്ച് ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ ഈസ് ഡബിൾഡ്? കൈനറ്റിക് എനർജി ഡബിൾ ആകുമ്പോൾ വേവ് ലെങ്തിന് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഫാക്ടറിലാണ് ഇത് ചേഞ്ച് ആവണമെന്നൊന്നാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം എന്താണ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ലാംഡ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു h/ നമ്മളൊരു റിലേഷൻ ഡെവലപ്പ് ചെയ്തായിരുന്നു, എന്താ 2mk, വേർ k ഈസ് ദ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവരെന്താണ് പറഞ്ഞേക്കണത്? വാട്ട് വേവ് ലെങ്തിന് എന്ത് മാറ്റം വരും ഇഫ് ദ കൈനറ്റിക് എനർജി ഫ്രീ ഇലക്ട്രോൺ ഈസ് ഡബിൾഡ്? കൈനറ്റിക് എനർജി ഡബിൾഡ് ആവുകയാണെങ്കിൽ എന്താണ്? വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ലാംഡ ഈസ് ഈക്വൽ ടു h/√2mk. ഓക്കെ, കൈനറ്റിക് എനർജി ഡബിൾ ആവുകയാണെങ്കിൽ എന്താണ്? ഇപ്പം നമുക്കറിയാം ഇത് ഡബിൾ ആവുകയെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ 1/√2 ടൈംസ് ആവും അല്ലേ? k റൂട്ടിനുള്ളിലാണ്, k റൂട്ടിനുള്ളിലാണ്. അപ്പം നമ്മുടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇത് നോക്കുവാണ്, എന്താണ് ഫസ്റ്റ് കേസിൽ ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് കേസിൽ ലാംഡ ഈസ് ഈക്വൽ ടു 1/√2k ലാംഡ 1. ലാംഡ 2 എന്ന് പറഞ്ഞാൽ 1/ കൈനറ്റിക് എനർജി ഡബിൾ ആവും എന്ന് പറഞ്ഞത് √2k. ഓക്കെ, സോ ഇതെന്താ ചോദിച്ചേക്കണേ? ലാംഡ 2/ലാംഡ 1 എന്ന് വെച്ചാൽ എന്ത് വരും? ലാംഡ 2/ലാംഡ 1 1/√2k ഇൻറ്റു √k. ഓക്കെ, √k ക്യാൻസലായി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 1/ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1/√2. Okay, then next question is, what is the ratio of the de Broglie wavelength of proton and an alpha particle if they are accelerated by the same potential difference? Okay, അപ്പോൾ നമുക്ക് പ്രോട്ടോൺ എന്താണെന്ന് അറിയണം, ആൽഫ പാർട്ടിക്കിൾ എന്താണെന്ന് അറിയണം, വാട്ട് ഈസ് ദ റേഷ്യോ, വേവ് ലെങ്തും ഇതും തമ്മിലുള്ള റിലേഷൻ അറിയണം. ഓക്കെ, അപ്പോൾ ഫോർ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു ലാംഡ ഈസ് ഈക്വൽ ടു h/√2mk. കെക്ക് വരെ നമ്മൾ കൈനറ്റിക് എനർജി നമ്മൾ QV എന്ന് എഴുതാം. അതാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നേ, QV. പ്രോട്ടോണിൻ്റെ കേസിൽ h/ അതിൻ്റെ ചാർജ് ഇൻറ്റു V വരും. സെയിം പൊട്ടൻഷ്യലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, h സെയിം ആയിരിക്കും, മാസ് നമുക്കറിയാം വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ലാംഡ ഓഫ് ആൽഫ ബൈ ലാംഡ ഓഫ് പി ഈസ് ഈക്വൽ ടു MB/QP. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ് ഓഫ് ഈ റേഷ്യോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ബൈ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 4. ചാർജിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. Q ആൽഫ പാർട്ടിക്കിൾ ബൈ QP ഈസ് ഈക്വൽ ടു 2. മാസ് 4ഉം ചാർജ് 2 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ലാംഡ ആൽഫ ബൈ ലാംഡ പി ഈസ് ഈക്വൽ ടു MB എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. MB എന്ന് പറഞ്ഞാൽ 1/4 വരും. QP എന്ന് പറഞ്ഞാൽ ഇത് 1/4ഉം 1/2ഉം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√8. √8 എന്ന് വെച്ചാൽ 1/√2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈക്വൽ ടു 1/2√2. അതാണ് നമ്മുടെ ആൻസർ, 1/2√2. ഓക്കെ, സോ ദ ആൻസർ ഈസ് റേഷ്യോ നമ്മൾ പറയുമ്പോൾ എന്ത് വരും? 2√2:1. ഓക്കെ, സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഇത് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് പ്രോട്ടോൺ ആണെങ്കിൽ 1:2√2 വരും. ഇവിടെ ചോദിച്ചേക്കണേ പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിളാണ്, 2√2:1. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Calculate the de Broglie wavelength associated with an electron which has a kinetic energy of 5 electron volt. Okay,
അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി കെ തന്നേക്കണ എത്രയാണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ടാണ്. നമുക്കറിയാം ഡി ബ്രോഗിൽ വരുന്നത് എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ √2 എം. ഇലക്ട്രോണിൻ്റെ കേസല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ കൊടുക്കുക കെ ആണ്. കെ 5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പം എന്താണ്? നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ 5.47 ആൻസർ വരും. ഓക്കെ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ്? എച്ചിൻ്റെ വാല്യൂ കൊടുക്കണം. പിന്നെ എന്താണ്? 6.6 എച്ചിൻ്റെ വാല്യൂ എന്താണ്? ഇതിങ്ങനെ വരും, ഈക്വൽ ടു 6.63 ഇൻറ്റു 10⁻³ (34) ബൈ √2 ഇൻറ്റു 9.1 ഇൻറ്റു 10 മാസ് ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇലക്ട്രോൺ. 5 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻90. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5.47 ആൻസർ കിട്ടും. 1 ആൻസർ ഈസ് ഈക്വൽ ടു 10⁻10 മീറ്റർ ആണ് കേട്ടോ, അത് ഓർക്കണം. ഓക്കെ, സോ ദ ആൻസർ A 5.47 ആൻസർ. ഓക്കെ, പിന്നെ എന്താണ് നെക്സ്റ്റ്? ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1 times the threshold frequency is incident on a photosensitive material. If the frequency is half and intensity is doubled, the photocurrent become. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നും പറഞ്ഞു. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ടൈംസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഇൻസിഡൻറ്റ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ത്രഷോൾഡ് ഫ്രീക്വൻസി എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലാംഡ ത്രഷോൾഡ് ഈസ് ഈക്വൽ ടു ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ലൈറ്റിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1.9 ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ്. ഈ ഫ്രീക്വൻസി ഈസ് ഹാഫ്. ഫ്രീക്വൻസി ഹാഫ്ഡ എന്ന് പറയുമ്പോൾ എന്തോ ഒരു 1.9ൻ്റെ പകുതി വരും, ഹാഫ്. അപ്പോൾ എത്ര വരും? 0.995 എന്ന് പറയും. ഓക്കെ, so threshold frequency is denoted by nu threshold and the frequency is half means frequency changes to 0.95 threshold. That means frequency is less than the threshold frequency. Okay, minimum frequency for the photo emission is threshold frequency. If the frequency is less than that value, there is no emission. അപ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ലേ അവിടെ കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഫ്രീക്വൻസി നമ്മുടെ ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവായതുകൊണ്ട് അവിടെ എന്താണ്? ഫോട്ടോ കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ ദ ഫോട്ടോ കറണ്ട് ബിക്കംസ് 0. അവർ ആൻസർ ഈസ് ദ ഫോട്ടോ കറണ്ട് ബിക്കം 0. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ. ത്രഷോൾഡ് ഫ്രീക്വൻസിക്കാളും കുറവാണെങ്കിൽ എന്താണ്? അവിടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ D 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a metal having a work function W0, the threshold wavelength is lambda. What is the threshold wavelength for the metal having work function 2W0? അപ്പോൾ നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ HC/λയാണ്, എച്ച് ന്യൂ. ഓക്കെ, എച്ച് ന്യൂ ആണ്. വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് വെച്ചാൽ HC/λ. ഓക്കെ, ഇവരെന്താ പറഞ്ഞേക്കണേ? ഫോർ എ മെറ്റൽ ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ W0, ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ലാംഡ. വാട്ട് ഈസ് ദ ത്രഷോൾഡ് വേവ് ലെങ്ത് ഫോർ ദ മെറ്റൽ ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ C/λ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ മതി. വർക്ക് ഫംഗ്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഓക്കെ, ഫസ്റ്റ് കേസിൽ ലാംഡ, ദെൻ സെക്കൻഡ് കേസിൽ W0 ആവും. ഓക്കെ, പ്രൊപ്പോർഷണൽ ടു λ1 λ2. ഇത് ഡബിൾ ആവും. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചേക്കണേ എന്താണ്? നമ്മളോട് ചോദിച്ചേക്കണേ
മെറ്റൽ ഹാവിങ് വർക്ക് 2W0 ആകുമ്പോൾ എന്താവുന്നു? ലാംഡ ഈസ് ഈക്വൽ ടു ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് ഇരട്ടിയായാൽ അത് പകുതിയാവും. ഓക്കെ, അത് ഇരട്ടിയായാൽ അത് പകുതിയാവും. അപ്പം നമ്മുടെ എന്താണ്, നമ്മുടെ വേവ് ലെങ്ത് എന്താവും? ഹാഫ് ആവും അല്ലേ? ഫോർ എ മെറ്റൽ ഹാവിങ് വർക്ക് ഫംഗ്ഷൻ W0 the threshold wavelength is lambda. What is the threshold wavelength for the metal having work function 2W0? So എന്താണ് വർക്ക് ഫംഗ്ഷൻ W എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. അപ്പോൾ ഇത് ഡബിൾ ആയി കഴിഞ്ഞാൽ ലാംഡ പകുതിയാവണം അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, λ/2. ഓക്കെ, അതനുസരിച്ച് നമ്മുടെ വേവ് ലെങ്ത് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.